CM ആയിട്ട് സംസാരിച്ചിട്ട് അങ്ങോട്ട് വന്നത്. അപ്പോൾ അവിടുത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് സംസാരിച്ച് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുന്നുള്ളത് മാക്സിമം ചെയ്യാൻ, ചികിത്സൻ്റെ സൗകര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും. മരിച്ചവർക്ക് പിന്നീട് CM ആയിട്ട് റിപ്പോർട്ട് ചെയ്ത ശേഷം തീരുമാനമെടുക്കും. പോസ്റ്റ്മോർട്ടം നടപടികളുടെ കാര്യങ്ങൾ ഇന്ന് ഇപ്പം തന്നെ എടുക്കും. ഇന്ന് രാത്രി തന്നെ ചെയ്യും. എത്ര പേരുണ്ടായിരുന്നു എന്നതിലൊക്കെ 9 പേര്. അല്ല, യാത്രയിൽ മൊത്തം എത്ര പേരുണ്ടായിരുന്നു? ഞാനത് ചോദിക്കുന്നേ ഉള്ളൂ. മിനിസ്റ്റർ ബന്ധുക്കൾ എത്തിയിട്ടായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ? അതെ, അവരിപ്പോൾ മലപ്പുറത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്തിയ ശേഷം രാത്രി തന്നെ ചെയ്യും. 11 വയസ്സുള്ളൊരു മകൾ ഇവിടെ ചികിത്സയിലുണ്ട്. കുട്ടിയുടെ കാര്യം ചോദിച്ചറിഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ ഒന്ന് കയറിയുള്ളൂ. നടപടി സ്വീകരിച്ചില്ല. അതൊക്കെ വൈക്കും. അതിനൊന്നും യാതൊരു വിഷമമൊന്നുമില്ല. ശരി. മന്ത്രി കെ കൃഷ്ണൻകുട്ടി പൊള്ളാച്ചി ആശുപത്രിയിൽ എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി നിർദ്ദേശാനുസരണം അവിടെ എത്തിയാണ്. എന്തായാലും അത്യന്തം സങ്കടകരമായ വാർത്ത. നിലവിൽ 9 പേർ മരണപ്പെട്ടു എന്ന സങ്കടപ്പെടുന്ന വാർത്തയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 4 പേരാണ് ചികിത്സയിലുള്ളതിൽ. ഒരു 11 വയസ്സുകാരി പൊള്ളാച്ചി ആശുപത്രി ചികിത്സയിലാണ്. ബാക്കി 3 പേർ കോയമ്പത്തൂർ ആശുപത്രി ചികിത്സയിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും എല്ലാ നടപടിക്രമങ്ങളും വേഗത്തിലാക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന്, പാലക്കാട് നിന്ന് വിദഗ്ധ മെഡിക്കൽ സംഘത്തെ പൊള്ളാച്ചിയിലേക്ക് അയച്ചിട്ടുണ്ട്. അവർ പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം പെരിന്തൽമണ്ണ സബ് കളക്ടർ അടക്കമുള്ളവർ, അതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസ ഓഫീസർമാരും ഈ പറഞ്ഞ അപകട സ്ഥലത്തേക്കും പൊള്ളാച്ചിയിലേക്കുമായിട്ടൊക്കെ പുറപ്പെട്ടിട്ടുണ്ട്. നിലവിൽ അത്യന്തം സങ്കടകരമായ വാർത്തയാണ്. 9 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് രാത്രി തന്നെ ഉണ്ടാകും. ബന്ധുക്കൾ വരാൻ കാത്തിരിക്കുകയാണ്. ഒരു വിനോദയാത്രയ്ക്ക് പോയൊരു സംഘം അത്യന്തം സന്തോഷകരമായി ഇന്ന് മടങ്ങിയെത്തേണ്ട ഈ വിനോദയാത്രയ്ക്ക് പോയി അത്യന്തം സന്തോഷകരമായി മടങ്ങിയെത്തേണ്ട സംഘമാണ് ചേതനേറ്റിനി ആ മലപ്പുറത്തേക്ക് പാങ്ങിലേക്ക് തിരികെ എത്തുന്നതെന്നത് പലർക്കും ഉൾക്കൊള്ളാനാകാത്ത വണ്ണത്തിൽ അത്യന്തം സങ്കടമുണ്ടാക്കുകയാണ്. അത്തരത്തിൽ അവർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവരാണെന്നടക്കമുള്ള കാര്യങ്ങൾ അവിടെ അവർക്ക് പരിചയമുള്ളവർ, അവരുടെ പ്രിയപ്പെട്ടവർ നമുക്ക് മനസ്സിലായതാണ്. പാങ്ങിലെ സ്കൂളിൻ്റെ പരിസര പ്രദേശങ്ങളിലവർക്കൊക്കെ വളരെ മുഖപരിചിതരായ, എപ്പോഴും കണ്ടിരുന്ന ആളുകളാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.